السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت إليه منيب. സൂറത്തുൽ ഹജ്ജിൻ്റെ 4 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. 5-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر
لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج വളരെ വിശാലമായ ഒരായത്താണ്. ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അന്നത്തെ അവിശ്വാസികൾ പറയാൻ ആരംഭിച്ചു, മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല, രണ്ടാമതൊരു ജീവിതമില്ല. മറിച്ച് ഈ മരണത്തോടുകൂടി എന്ത് ചെയ്യും, അത് അവസാനിക്കും എന്ന് പറഞ്ഞപ്പോ എന്നുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുക. എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹന്നാസ്. അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു യാ അയ്യുഹന്നാസിന്റെ അർത്ഥം ആദ്യത്തെ ആയത്തിലല്ലേ. വീണ്ടും അള്ളാഹു ഉത്ബോധനം ചെയ്യാൻ. എന്താണ് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ? ഏ മനുഷ്യരെ, ഏ ജനങ്ങളെ, ഇൻ കുന്തും. ഇൻ കുന്തും, ഇൻ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ എന്നാണ്. ഓക്കെ, പഠിക്കണം കേട്ടോ. ഇൻ കുന്തും എന്ന് നിങ്ങൾ എവിടെ കേൾക്കുന്നുണ്ടെങ്കിലും ഖുർആനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളാണെങ്കിൽ എന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾ ആണെങ്കിൽ. അപ്പൊ നമ്മളതാണോ എന്നുള്ളതാണല്ലോ ആലോചിക്കേണ്ടത്. അപ്പൊ ഇൻ കുന്തും എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെ? അതുപോലെ കേട്ട മറ്റൊരായത്തില് ഖുൽ കുന്തും, ഖുൽ പറയുക, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ. എന്താണ് അവിടെ പറഞ്ഞത്? തുഹിബ്ബൂനല്ലാഹ്, അല്ലെ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെ? എന്നിട്ട് ബാക്കിലായത്ത് നമുക്കറിയാം. അപ്പൊ ഇൻ കുന്തും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആണെങ്കിൽ. ഫീ റൈബിൻ, ഫീ റൈബിൻ, അല്ലെ? നമുക്കറിയാം റൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയമാണ്, അല്ലെ? റൈബ് എന്ന് പറഞ്ഞാൽ സംശയം, അല്ലെ? ദാലിക്കൽ കിതാബ് ലാ റൈബ്, അല്ലെ? ഈ ഗ്രന്ഥത്തിൽ എന്തില്ല, ഒരു സംശയവുമില്ല. റൈബ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? സംശയം. ഇൻ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ. ഫീ റൈബ്, അല്ലെ? റൈബ് എന്ന് പറഞ്ഞാൽ സംശയം, ഫീ റൈബ് എന്ന് പറഞ്ഞാൽ സംശയത്തിലാണെങ്കിൽ, അല്ലെ? ആ സാധനം എന്താണോ പറയുന്നത് അതിലാണെങ്കിൽ. ഏത് വിഷയത്തിൽ നിന്നാണ് അടുത്തത് പറയുന്നത്? മിനൽ ബഅസ്. ഏതാണ് വിഷയം? മിനൽ ബഅസിനെ പറ്റിയിട്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മിനൽ ബഅസ്. നിങ്ങള് സംശയത്തിലാണെങ്കിൽ. ഏത് വിഷയത്തിൽ? കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണുന്നുണ്ടോ? കാണുന്നില്ലേ? മിനൽ ബഅസ്, സംശയത്തിൽ, എന്താ പറയാ, സംശയത്തിലാണെങ്കിൽ. ഏതിന്റെ വിഷയത്തിൽ? മിനൽ ബഅസ്. ബഅസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്. ബഅസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെ? അതായത് നമ്മളൊക്കെ മരിച്ച് ഖബറടങ്ങിയതിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി, അല്ലെ? നിങ്ങൾ ആരെങ്കിലും സംശയത്തിലാണെങ്കിൽ. സംശയം ഇവിടെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ഇന്നിപ്പോ നമ്മുടെ ഖൗമിലേക്ക് നോക്കിയാൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ അത് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് അല്ലാഹു പറയുന്നത്. ഫ ഇന്ന, ഫ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുന്നു എന്നാൽ എന്നൊക്കെയാണ് അർത്ഥം വരിക. ഫ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, എന്നാൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിക്കുന്നത്? ഫ എന്ന് ഖുർആനിൽ വരുന്നത്. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന. നിശ്ചയമായി ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. ഫഅ്ബുദിനി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ആരോപിച്ചു. അപ്പൊ ഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. ഫ ഇന്ന, അർത്ഥങ്ങൾക്ക് അറിയാലോ. ഇന്ന നിശ്ചയമായും, ഇന്ന നിശ്ചയമായും നാം, ഖലഖനാകും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിച്ചിരിക്കുന്നു.
നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം എങ്ങനെ പരിഹരിച്ചതെന്ന് അറിയാനേ, നിങ്ങൾ എന്ന് പറയുന്ന ഈ ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ ആരംഭം മുതൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ സൃഷ്ടിച്ച അല്ലെ, ഇന്നാ ഖലഖനാക്കും, നിങ്ങളെ നാം എന്ത് ചെയ്തിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? അതിന്റെ വ്യക്തമായ ഒരു രൂപം നിങ്ങൾക്ക് തരാം. മിൻ തുറാബിൻ, ഒന്നാമത് എന്താ പറഞ്ഞത്? മിൻ തുറാബിൻ. ഏതിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. പല സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉപയോഗിക്കുന്നുണ്ട്. തുറാബ്, ത്വീന് എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആരംഭം എവിടെ നിന്നാണ്? മിൻ തുറാബ്. ഏതിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. പിന്നെയോ ആ മണ്ണിൽ നിന്ന് തുടങ്ങിയ മനുഷ്യൻ പിന്നെ എവിടത്തേക്ക് എത്തിയത്? മിൻ, വായിച്ചോട്ടെ, മിൻ മിൻ നുത്ഫത്തിൻ. പിന്നെ എന്തിലേക്ക് എത്തി അവൻ? നുത്ഫത്തിലേക്ക് എത്തി. എന്താണ് നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ഇന്ദ്രിയ തുള്ളിക്കാണ് എന്ത് പറയുന്നത്? നുത്ഫത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയ തുള്ളി. അതിലേക്ക് നിങ്ങൾ എത്തി. ഏതിൽ നിന്ന്? മണ്ണിൽ നിന്ന് നുത്ഫത്തിലേക്ക് എത്തി. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയ തുള്ളിയാണ്. പിന്നെയോ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ. പിന്നെ നിങ്ങൾ എത്തിയത് അലഖത്തിലേക്കാണ്. എന്താണ് അലഖത്ത് എന്ന് പറഞ്ഞാൽ? ഒരു രക്തപിണ്ഡം. മനസ്സിലായില്ലേ? ഒരു രക്തപിണ്ഡം എന്ന് എന്ത് ചെയ്യുന്നു? അത് അതിന്റെ രൂപം ഒരു അള്ളിപ്പിടിക്കുന്ന രൂപത്തിലുള്ള ഒരു രക്തപിണ്ഡമായിട്ട് എന്ത് ചെയ്തു? ഏതിൽ നിന്ന് നിങ്ങൾ മാറി? ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്. അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ പറയുമ്പോ നമ്മൾ ആലോചിക്കണം, അന്ന് ആർക്കും ഒന്നും അറിയില്ല. അന്ന് ഈ രൂപത്തിൽ ടെക്നോളജികൾ വളർന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രം വന്നില്ല. എന്നിട്ടോ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അല്ലെ? പിന്നീട് കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന കാരണം അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം. ഇത് മുഹമ്മദ് അല്ല, മുഹമ്മദിന് ഇത് പറയാനുള്ള അറിവില്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നുത്ഫത്തിലേക്ക് പോയി, ഒരു ഇന്ദ്രിയത്തുള്ളിയിലേക്ക്. പിന്നെയോ അലക്കത്തിലേക്ക് പോയി, അല്ലെ? ഒരു രക്തപിണ്ഡത്തിലേക്ക് കടന്നുപോയി. പിന്നെയോ സുമ്മ മിൻ മുളഗത്തിൻ. പിന്നെ പോയത് മുളഗത്തിലേക്കാണ്. പിന്നെ എന്ത് ചെയ്യുന്നത്? ആ രൂപം പോകുന്നത്. എന്താണ് മുളഗത്ത് എന്ന് പറഞ്ഞാൽ? ഒരു രൂപമുള്ള ഒരു മാംസപിണ്ഡം, അല്ലെ? ഒരു രൂപമുള്ള പണ്ഡിതന്മാരായ വിശദീകരണത്തിൽ പറയാൻ കഴിയും, മുളഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചുയിങ്ങം പോലെ. മനസ്സിലായില്ലേ? ഒരു എന്താ പറയാ, ചവച്ചരച്ച എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിലെ അഭിപ്രായം പറയുന്നത്. സുമ്മ മിൻ മുളഗത്തിൻ. ആദ്യം എന്ത് പറഞ്ഞു? സുമ്മ മിൻ മുളഗത്തിൻ. പിന്നെ എന്ത് ചെയ്തു? ഒരു മാംസപിണ്ഡം. പിന്നെയോ മുളഗത്തിൽ നിന്ന് പിന്നെ ഏതിലേക്കാ പോയത്? മുഖല്ലഖത്തിൻ. എങ്ങനത്തത്? എങ്ങനെയുള്ളതാണ്? മുഖല്ലഖത്തിൻ. മുഖല്ലഖത്ത് എന്ന് പറഞ്ഞാൽ രൂപം കൊടുത്ത, രൂപം നൽകിയ ഒരു മാംസപിണ്ഡത്തിലേക്ക് എന്ത് ചെയ്തു? അത് കടന്നുപോയി. പിന്നെയോ പിന്നെ ഏത് രൂപത്തിലേക്കാണ് പോയത്? അള്ളാഹു പറയുന്നു വഗൈരി മുഖല്ലഖ. വഗൈരിലെ ഗൈർ ചേരുമ്പോ എന്താണ് ആകുക? നമ്മൾ പഠിച്ചിരുന്നു, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി എന്താ പറഞ്ഞത്? ബിഗൈരി ഇൽമിൻ നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ മറന്നോ എനിക്ക് അറിയില്ല. ബിഗൈരി ഇൽമില്ലേ? എന്താ ബിഗൈരി ഇൽമ് എന്ന് പറഞ്ഞാൽ? യാതൊരു അറിവുമില്ലാതെ. ഇപ്പോ മുഖല്ലഖത്തിൻ എന്ന് പറഞ്ഞാൽ, മുഖല്ലഖത്തിൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപം കൊണ്ടൊരവസ്ഥ. അതായത് അതിന്റെ കാല് വന്നിട്ടുണ്ട്, കൈ വന്നിട്ടുണ്ട്, ആ രൂപത്തിൽ. വഗൈരി മുഖല്ലഖ് എന്ന് പറഞ്ഞാലോ രൂപം കൊള്ളാത്തതിലെ എല്ലാ കുഞ്ഞുങ്ങളും, ഉണ്ടായ കുഞ്ഞുങ്ങളും ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇല്ല. ചിലത് എന്ത് ചെയ്തിട്ടുണ്ട്? പൊള്ളയായിട്ട് പോയിട്ടുമുണ്ട്. ഇതൊക്കെ ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലിനുബയ്യിന ലക്കും. ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടി. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങളെ നാമാണ് മണ്ണിൽ നിന്നും, പിന്നീട് ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും, പിന്നീട് ഒരു രക്തപിണ്ഡത്തിൽ നിന്നും, പിന്നീട് ഒരു മാംസപിണ്ഡം, അല്ലെ? അത്
രൂപമുള്ളതോ അല്ലെങ്കിൽ രൂപം ഇല്ലാത്തതുമായ ഒരു മാംസപിണ്ഡത്തിലേക്ക് മാറി. നാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി രൂപം നൽകപ്പെടാത്തതിനെ രക്തമായി ഗർഭാശയം എന്ത് ചെയ്യും? പുറന്തള്ളുകയും ചെയ്യുന്നു. അല്ലെ? നമുക്കറിയാലോ, സംഭവങ്ങൾ നമുക്കറിയാലോ, എത്രയോ ആളുകൾ പറയുന്ന വേദനകൾ നമുക്കറിയാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വനുഖിറു എന്ന് പറഞ്ഞാൽ ഖറർ, അഖറാർ എന്നൊക്കെ വരുന്ന വാക്കാണെന്ത്? വനുഖിറു എന്ന് പറഞ്ഞാൽ, അതായത് വനുഖിറു എന്ന് പറഞ്ഞാൽ നാം താമസിപ്പിക്കുന്നു. ഖറർ എന്നൊക്കെ പറഞ്ഞാൽ താമസം എന്നൊക്കെ പറയും. വനുഖിറു, നിങ്ങളെ നാം എന്ത് ചെയ്തിരിക്കുന്നു? നാം താമസിപ്പിക്കുന്നു. ഫിൽ അർഹാം, ഏതിലെ? ഫിൽ അർഹാം, അല്ലെ? അർഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ഗർഭാശയം, റഹിം എന്നൊക്കെയാണ് എന്ത് വരുന്നത്? ഗർഭാശയം, ഒരു പാത്രം എന്നൊക്കെ അതിനർത്ഥം വരും. വനുഖിറു, നാം താമസിപ്പിക്കുന്നു. എവിടെയാണ് താമസിപ്പിക്കുന്നത്? ഫിൽ അർഹാം, ഏതിന്റെ ഉള്ളിൽ? ഗർഭാശയത്തിന്റെ ഉള്ളിൽ, ഒരു പാത്രത്തിന്റെ ഉള്ളിൽ. മാനശാ, അത് വല്ലാത്ത പദാണ്. മാനശാ, നാം ഉദ്ദേശിക്കുന്നതിനെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കുഞ്ഞുങ്ങളെ, അല്ലെ? അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? അതിൽ താമസിപ്പിക്കുന്നു. എല്ലാരെയും എന്ത് ചെയ്യുന്നില്ല? താമസിപ്പിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇലാ അജലിൻ മുസമ്മാ. കുറെ സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇതിന്റെ ഒക്കെ അർത്ഥം പഠിക്കണം നിങ്ങൾ. ഇലാ അജലിൻ മുസമ്മാ, ഇലാ അജൽ, ഒരവധി വരെ. പല സ്ഥലങ്ങളിൽ പഠിച്ച ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട് അജൽ, ഒരവധി വരെ. ഇലാ അജലിൻ, ഒരവധി വരെ. എങ്ങനെയുള്ള അവധിയാണ്? മുസമ്മ, നിർണയിക്കപ്പെട്ട, തോന്നിയ പോലുള്ള അവധിയല്ല, തോന്നിയതുപോലുള്ള അവധിയല്ല, മറിച്ച് മുസമ്മൻ, നിർണയിക്കപ്പെട്ട ഒരവധി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യും? വനുഖിർ, എന്താണ് ഖറർ? പഠിച്ചില്ലേ? വനുഖിർ എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിപ്പിക്കുന്നു. എവിടെ? ഫിൽ അർഹാം. അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയം, മനസ്സിലായില്ലേ? ഇനി അർഹാം തന്നെ പറയണം, വേറെ ഒന്നും പറയണ്ട. പിന്നെയോ മാനശ, അല്ലെ? നമുക്കറിയാലോ, ഇൻഷാ, നശ, എന്താണ്? നാം ഉദ്ദേശിക്കുന്നതിനെ. ഇലാ അജൽ, ഒരു അവധി വരെ, ഒരു അവധി വരെ. മുസമ്മൻ, എങ്ങനെയുള്ള അവധിയാണ് നമ്മൾ പറഞ്ഞത്? നിർണയിക്കപ്പെട്ട. മനസ്സിലായില്ലേ? അർത്ഥം പഠിക്കണോ? വാക്കർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം. ഇതൊക്കെ പല ഭാഗങ്ങളിൽ വരുന്നതാണ്. മുസമ്മൻ, എങ്ങനെയുള്ളത്? ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ. സുമ്മന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. പിന്നെ നുഖ്രിജുകും, ഖറജ്, ഖറജ, നുഖ്രിജുകും, നിങ്ങളെ നാം എന്ത് ചെയ്തിരിക്കുന്നു? പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ശരി, ഖറജ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് എന്നൊക്കെയാണ് അർത്ഥം വരിക. നുഖ്രിജുകും, നിങ്ങളെ നാം പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഏതിൽ നിന്ന്? ഫിൽ അർഹാം, ആ ഗർഭാശയത്തിൽ നിന്ന്. ഇത്ര നിർണയിക്കപ്പെട്ട ഒരു കാലയളവ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്? തിഫ്ലൻ, തിഫ്ല നമുക്കറിയാം എന്താണ്? ഒരു കുട്ടിയായിക്കൊണ്ട്, ഒരു ശിശുവായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹു പുറത്ത് കണ്ടുവന്നു. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ അറിയും ഇങ്ങനെ നിങ്ങൾ ഉണ്ടായത്, നിങ്ങൾക്ക് പോലും അറിയില്ലത്. എന്നിട്ടോ സുമ്മ, പിന്നീടോ ലിതബ്ലുഗു അശുദ്ധകും, ലിതബ്ലുഗു അശുദ്ധകും. ബലഗ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? ലി തബ്ലുഗു എന്ന് പറയുന്നത് നിങ്ങൾ എത്തുന്നത് വരെയും, എത്തുവാൻ വേണ്ടി. മനസ്സിലായില്ലേ? ബലഗ, എത്തി എന്നൊക്കെ പറയും. ലിതബ്ലുഗു, നിങ്ങൾ എത്തുവാൻ വേണ്ടി. അശുദ്ധകും, നിങ്ങളുടെ പൂർണമായ, നിങ്ങളുടെ ഏറ്റവും ശക്തിയുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുവാൻ വേണ്ടി. വമിൻകും, വമിൻകും, വ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് പറയാണ്. മിൻ കും, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അല്ലേ?
മിൻകും നിങ്ങളിലുണ്ട്. മനസ്സിലാക്കണേ, അടുത്തൊരായത്തിന് അതിന്റെ അർത്ഥം പറയൂല. വമിൻകും നിങ്ങളിൽ ഉണ്ട്. എന്താ നിങ്ങളിലുള്ളത്? മൻ ഒരുവൻ, അല്ലെ? യുതവഫ യുതവഫ എങ്ങനെയുള്ളവരുണ്ട്? യുതവഫ മരണമടയുന്നവർ നിങ്ങളിലുണ്ട്, അല്ലെ? കുട്ടിയായിട്ട് പുറത്തു വന്ന എല്ലാവരും പൂർണ്ണ ശക്തിയോടുകൂടി എത്തിയോ? ഇല്ല. വമിൻകും നിങ്ങളിലുണ്ട് മയുതവഫ മരിച്ചു പോകുന്നവർ, മരണമടയുന്നവർ നിങ്ങളിലുണ്ട്. പിന്നെയോ വമിൻകും വളരെ വ്യക്തമാണ്. വമിൻകും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിലുണ്ട്. എന്താ നിങ്ങളിലുള്ളത്? മൻ യുറദ്ദു ഒഴിവാക്കി വിടുന്നവർ. മൻ യുറദ്ദു ഏതിലേക്ക്? ഇലാ അർദലിൽ ഉമർ. അർദലിൽ ഉമർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായത്തിന്റെ, അല്ലെ, ആധിക്യം കൂടം അവസാനം എത്തുന്നതാണ് എന്ത്? അർദലിൽ ഉമർ. നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും അർദലിൽ ഉമറിനെ പറ്റി. യഥാർത്ഥത്തിൽ തൈഫില് തുടങ്ങി അർദലിൽ ഉമറിലേക്കാണ് ഒരാൾ എത്തുന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പോലെ തന്നെ ആകും അർദലിൽ ഉമറിലേക്ക് എത്തുമ്പോൾ. ആ കുട്ടിയുടെ വാശിയും ആ കുട്ടിയുടെ തന്നിഷ്ടവും ആ കുട്ടിയുടെ സ്വഭാവവും ആ കുട്ടി ഏതൊക്കെ അവസ്ഥയിലാണോ ഉണ്ടായത് ആ അവസ്ഥയിലേക്ക് തന്നെ മനുഷ്യൻ മടങ്ങുന്നതിനാണ് ഏറ്റവും സിമ്പിളായി അർദലിൽ ഉമർ എന്ന് പറയുന്നത്. നമുക്ക് വാർദ്ധക്യാവസ്ഥ എന്നൊക്കെ പറയാം, എന്നാൽ അതിനപ്പുറമാണ് അർദലിൽ ഉമർ എന്ന് പറഞ്ഞാൽ. അതായത് ആ കുട്ടിയിലേക്ക് തന്നെയുള്ള അയാളുടെ മടക്കമാണ്. മനസ്സിലായില്ലേ? അതാണ് ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്റെ കുട്ടീനെക്കാട്ട് വാശി എന്റെ വാപ്പാക്കാണ് എന്ന് പറയുന്നത് ഏതിലേക്ക് എത്തുമ്പോഴാണ്? അർദലിൽ ഉമർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമാണ്. ഏറ്റവും ദുർബലമായ ഒരവസ്ഥയാണെന്ത്? അർദലിൽ ഉമർ എന്ന് പറയുന്നത്. അപ്പോ വമിൻകും മയ്യുതവഫ നിങ്ങളിൽ മരിക്കുന്ന ആളുകളുണ്ട്, കഴിയുന്നില്ല. വമിൻകും എന്നർത്ഥം വമിൻകും നിങ്ങളിലുണ്ട്. മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ വയസ്സായിലെ ഏറ്റവും ദുർബലാവസ്ഥയിലേക്ക് എത്തുന്നവരും നിങ്ങളിലുണ്ട്. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. ലികൈ ലാ യഅലമ അവൻ അറിയാതിരിക്കുവാൻ, മിൻ ബഅദി ഇൽമിൻ ശൈഅ ആ അറിവുണ്ടായതിനു ശേഷം യാതൊന്നും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിയിലേക്ക് എത്തിച്ചു, പിന്നീട് ഒരു ശക്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ പല അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? ആളുകളെ എത്തിക്കുന്നു. പിന്നീട് അല്ലാഹു പറയുന്നു, അറിവുണ്ടായിരുന്നതിന് ശേഷം യാതൊന്നും അറിയാതാകും വിധം ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയാണ് അവരെത്തുന്നത്? ഇലാ അർദലിൽ ഉമറിന്റെ യഥാർത്ഥ അവസ്ഥ അല്ലാഹു പറയാ, ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ ഒരറിവുമില്ലാത്തൊരവസ്ഥയിലേക്ക്, അല്ലെ? എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞല്ലോ. അത് വല്ലാത്തൊരു വിഷമമാണ്. ഒരാൾക്ക് അറിവില്ലാത്ത ഒരാൾക്ക് അറിവില്ലാണ്ടാവോ? ഇല്ല. എന്നാൽ അറിവുണ്ടായിരുന്നതിന് ശേഷം യാതൊന്നും അറിയാത്താകും വിധം, ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന പറഞ്ഞാൽ അത് വല്ലാത്ത ഭീകരമായ ഒരവസ്ഥ തന്നെയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പിനൊക്കെ പറ്റി പറഞ്ഞിട്ട് പടച്ചോൻ പറയാ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. വത്തറ. വത്തറ എന്നുള്ള വല്ലാത്ത വാക്കാണത്. വത്തറ എന്ന് പറഞ്ഞാൽ നിനക്ക് കാണാം. വത്തറ ഞാൻ കാണിച്ചു തരാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഉദാഹരണം പഠിച്ചോ പറഞ്ഞുതരാം. വത്തറ നിനക്കു കാണാം. അൽ അർള് ഏതില്? ഭൂമിയിൽ. വതറൽ അർള് നീ കാണുന്നു, നിനക്ക് കാണാം. ഏതിൽ? അൽ അർള് ഭൂമി. ഹാമിദതൻ ഹാമിദത്ത് എന്ന് പറഞ്ഞാൽ വരണ്ടത് എന്നാണ്. മനസ്സിലായില്ലേ? ഹംദ് ഹംദല്ല. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതി. ഇതെന്താണ്? നമുക്കിന്ന് പഠിക്കാനുണ്ട് ഒരു നിയമം. ഹംദ് അല്ലെ? ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറയുന്നത്
ഉണങ്ങിയത്, ഹാമിദത്തൻ വരണ്ടതായ ഉണങ്ങിയതായ എന്തിനെ, അൽ അർളലെ വതറൽ അർള ഹാമിദത്തൻ ഒരു വരണ്ടതായ ഒരു ഭൂമിയെ നിനക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയുമല്ലോ, കഴിയും. നമ്മൾ പറഞ്ഞേ ഒരു കാര്യം പറഞ്ഞ അതിനെ ശരിവെക്കാൻ പറയുന്നതാണ് എന്ത്, ഇദാ അൻസൽനാ അൻസൽന അല്ലേ, നസ്സല അല്ലേ, അൻസൽന ഫഇദാ. അപ്പോ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അൻസൽന, അൻസല അല്ലെ, കുറെ ഇടങ്ങളിലുണ്ട്. മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഇവിടെ എന്താ പറയുന്നത്, അൻസൽന നാം ഇറക്കിയാൽ, അൻസല ഇറക്കി അല്ലെ, അൻസൽന എന്നൊക്കെ എന്താകുന്നത് നാം അല്ലെ, നാം ഇറക്കിയാൽ അല്ലെ. അർസല എന്ന് പറഞ്ഞാൽ എന്താ, അയച്ചു എന്നല്ലേ, അർസൽന നാം അയച്ചു അല്ലെ. ഞാൻ എന്ന് വരുമ്പോ എന്താകുക, നാം, നാം എന്ന് വരും അല്ലെ. അൻസല ഇറക്കി, അൻസൽന നാം ഇറക്കി. ഫഇദാ അൻസൽന എന്നിട്ട് നാം ഇറക്കിയാൽ, അലൈഹ അതിന്റെ മുകളിൽ അല്ലെ, അതിന്റെ മേൽ, അതിലേക്ക് അള്ളാഹു ഇറക്കിയാൽ എന്ത്, അൽ മാ മഴ, വെള്ളം അല്ലെ, മഴ വെള്ളം അള്ളാഹു ഇറക്കിയാൽ, എന്താ പറഞ്ഞത്, ഹസസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്, എന്ന് വരുന്നത്. എന്നുള്ള വാക്ക് ഇതിന് വരുന്നത് ഹസസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. എന്താണ് തസ്സത്ത് എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ ഇളകുന്ന, അതിൽ നിന്ന് ഇളകി വരും. വറബത്ത് പിന്നെയോ വറബത്ത്, റബ്ബു റബ്ബു എന്നൊക്കെ പറയും. അതിൽ നിന്ന് എന്ത് വരുന്നു, വറബത്ത് വരുന്നു. അതെന്ത് ചെയ്യും, പൊന്തുകയും ചീർക്കുകയും ചെയ്യും. ചീർത്തു വരും അല്ലേ. നബ്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വരികയാണ്. എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുളപ്പിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും, അത് ഉൽപാദനം നടത്തുകയും ചെയ്യും അല്ലെ. അൻബിത്തു യുൻബിത്തു അൻബത ഇൻബാതൻ മുൻബിത് എന്നൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, അറബി പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതിൽ നിന്ന് അല്ലാഹു എന്ത് ചെയ്യും, ഉൽപാദിപ്പിക്കും, മുളപ്പിക്കും. മിൻ കുല്ലി സൗജിൻ ബഹീജ്, എല്ലാ, മിൻ കുല്ലി സൗജ് അല്ലെ, സൗജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇണാന്നാണ് അല്ലെ. മിൻ കുല്ലി സൗജിൻ ബഹീജ്, അഴകുള്ള സൗന്ദര്യമുള്ള എല്ലാ ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, സൃഷ്ടിക്കുകയും ചെയ്യും അല്ലെ. അതായത് ഒരു ഉണങ്ങി വരേണ്ട ഭൂമിയിൽ അള്ളാഹു ഒരു മഴ വർഷിപ്പിച്ചാൽ അവിടെ നിന്ന് എന്തു മുളക്കും, കൗതുകമുള്ള, കാണാൻ അഴകുള്ള എല്ലാവിധം ചെടികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഉദാഹരണമായിട്ട് അള്ളാഹു പറയാം. അപ്പൊ മനുഷ്യരെ ഇങ്ങനെയുള്ള ഒരു വരണ്ട ഭൂമിയിൽ നിന്ന് കുറച്ച് ചെടികളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുളപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നീ കരുതുന്നുണ്ടോ ഈ നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്ന്? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ബഅത്ത്, ഈ ഉയർത്തെഴുന്നേൽപ്പിൽ സംശയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ ഉണ്ടായത് ഇങ്ങനെയാണ്. അള്ളാഹുവിനെ എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ്. ഇതിലൂടെയൊക്കെ കടന്നു വന്ന നിനക്കറിയില്ല എന്ത്, ഇതിലൂടെയൊക്കെ നീ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് എന്തറിയാം, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ അറിവ് എന്താണ്, അത് വിശാലമാണ്. ഇനി അടുത്തൊരായത്തും കൂടി നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ഈ ആയത്ത് പറഞ്ഞിട്ട് അതിന് കൂടെ തന്നെ അള്ളാഹു പറയാണ്, ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. ذلك അത് അല്ലെ,
തിൽക്കയോ? അത് ഓനെ നിങ്ങളെ കഷാക്കെ ദാലിക്ക പറഞ്ഞാൽ അത്, തിൽക്ക പറഞ്ഞാൽ അതില്ലേ എന്താണ്? മുഅന്നത്തും മുദക്കറും അല്ലെ, ആൺപെണ്ണ് വ്യത്യാസത്തിൽ മാറുന്നതാണ്. ദാലിക്ക അത് ബി അന്നല്ലാഹ ഹുവൽ ഹഖ്. ഇതൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോൻ പറയാണ് ബി അന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു ആണ്. അല്ലാഹു എന്താണ്? ഹുവ, അവൻ തന്നെ, അൽ ഹഖ്, അവനാണ് ശരി, അള്ളയാണ് ശരി. ഇതൊക്കെ നിങ്ങൾ ഈ രൂപത്തിൽ പടച്ചുണ്ടാക്കിയില്ലേ? ഈ പറയുന്ന നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടായത്, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്, വേറെ ആളെ പറ്റി ചിന്തിക്കണ്ട. നമ്മൾ ഈ രൂപത്തിൽ ഇതിലൂടെ ഒക്കെ കടന്നു വന്നു, നമുക്കറിയില്ല അല്ലെ? നമുക്കറിയില്ല, പടച്ചോൻ പറഞ്ഞു തരിക. എന്നിട്ട് നമ്മൾ പറയാ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല. ഒരവകാശമില്ല നമുക്ക് പറയാൻ, ഒരർത്ഥവും ഇല്ലാതെ പറയുന്നതിന്. എന്നിട്ട് അള്ളാഹു പറയാ അള്ളാഹു ആണ് ശരി, പടച്ചോനാ ശരി, ഹഖ് അവനാണ്, അള്ളാഹു ആണ്. വഅന്നഹു യുഹ്യിൽ മൗതാ. ഇനി നിങ്ങൾ മനസ്സിലായിക്കോ, നിശ്ചയമായും അള്ളാഹു അവൻ വഅന്നഹു യുഹ്യി അൽ മൗതാ, അല്ലേ? യുഹ്യി അൽ മൗതാ, അവൻ എന്ത് ചെയ്യുന്നു? അവൻ എന്ത് ചെയ്യുന്നു? ഹയാത്ത് നൽകുന്നു, അല്ലെ? ജീവിപ്പിക്കുന്നു. എന്ത്? അൽ മൗതാ, വഫാത്തായവരെ, അല്ലെ? മരിച്ചവരെ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ജീവിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പടച്ചോൻ പറയാ വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ സ്മൂത്തായിട്ട് അള്ളാഹു ആ വിഷയത്തെ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരായത്തും കൂടി ഓതിയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ലാ റൈബ ഫീഹാ وأن الله يبعث من في القبور وأن الساعة, നിശ്ചയമായും അന്ത്യനാൾ, ആതിയത്തുൻ, എന്താണ്? അതാ, വരുന്നതാണ്. ലാ റൈബ ഫീഹാ, ഞാൻ ഇത് ആയത്തെടുക്കാൻ നമുക്ക് പരിചിതമായ വാക്കുകളാണ്. ലാ റൈബ ഫീഹാ, ലാ റൈബ, അതിൽ സംശയമില്ല, ഫീഹാ, അതിൽ ഒരു സംശയവുമില്ല. നിശ്ചയമായും അല്ലാഹു ആണ്. യബ്അസു, ബഅസ യബ്അസു, ബഅസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്. യബ്അസു എന്ന് പറയുമ്പോ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അക്കല തിന്നു, യഅ്കുലു തിന്നുന്നു, ഫഅല പ്രവർത്തിച്ചു, യഫ്അലു പ്രവർത്തിക്കുന്നു, അല്ലേ? അതുപോലെ ബഅസയിൽ നിന്ന് യബ്അസു, അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. മൻ ഫിൽ ഖുബൂർ, എവിടെ നിന്ന്? ഖബറുകളിൽ നിന്ന് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. നമ്മള് ആദ്യത്തെ ഖിയാമത്ത് നാളിലുണ്ടാകുന്ന പ്രകമ്പനമുണ്ടല്ലോ, എന്താ പറയാ, നമ്മുടെ കാഹളത്തിൽ ഊതുന്നുണ്ടല്ലോ. ഒന്നാമത്തെ കാഹളത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാവരും മരണമടയും, അല്ലെ? രണ്ടാമത്തെ കാഹളത്തിന്റെ തൊട്ടു മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ വർഷിപ്പിക്കും. ഖബറുകളിലുള്ളവർ അന്നെന്ത് ചെയ്യും? അവരെങ്ങനെയാണോ ഖബറിലേക്ക് പോയത്, അവരുടെ പൂർണ്ണ രൂപത്തിലേക്ക് അവർ മടങ്ങും. ചെറിയൊരു എല്ലിൽ നിന്ന് അവസാനം നമ്മുടെ പിറകു ഭാഗത്തുണ്ടാകുന്ന ആ എല്ലിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യും? പൂർണ്ണമായി നമ്മൾ ഉണ്ടാക്കും. പിന്നീട് അടുത്ത പ്രകമ്പനം മുഴങ്ങുമ്പോ, കാഹളം ഊതുമ്പോ എന്ത് ചെയ്യും? അവര് ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ തജ്വീദിലെ ഒരു നിയമവും കൂടി പറഞ്ഞു തന്നുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തജ്വീദ് നിയമം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കേണ്ട നിയമമാണ് ഇൽഹാർ എന്ന് പറയുന്നത്. എന്താണ് ഇൽഹാർ? ഇൽഹാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കണം, വ്യക്തമാക്കുക എന്നാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാക്കുക എന്നാണ്. അപ്പോ അറബിയിലുള്ള ഓരോ നിയമങ്ങൾക്കും അറബിയിലുള്ള ഓരോ അക്ഷരങ്ങളാണ് ഉണ്ടാകുക. അതായത് അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അല്ലാഹ് റബ്ബേ, 28. 2 യാ കൂട്ടണ്ട, 1 യാ കൂട്ടിയാൽ മതി. എത്ര അക്ഷരങ്ങളുള്ളത്? ഓനുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടുട്ടോ. എത്ര അക്ഷരങ്ങളുള്ളത്? 28 അക്ഷരം. അതില് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ വരുന്നത് 6 ആണ്.
ബാക്കി എത്ര ഉണ്ട്? ഇതും പഠിപ്പിക്കണം നിങ്ങളെ. 22 അക്ഷരങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഇൽഹാറിലെ 28 അക്ഷരങ്ങളുണ്ട്, അറബിയിലെ 28 അക്ഷരങ്ങളുണ്ട്. അതിൽ 6 അക്ഷരങ്ങൾ ആരുടേതാണ്? ഇൽഹാറിന് നമ്മൾ എഴുതി കൊടുത്തു. ഇനി അത് ഏതൊക്കെയാണ് എന്ന് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന് ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. എത്ര അക്ഷരായി? 6 അക്ഷരങ്ങളല്ലേ? എത്ര അക്ഷരങ്ങള്? 6 അക്ഷരങ്ങൾ. ഈ 6 അക്ഷരങ്ങൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം. ഇത് ഞാൻ വരച്ചത് വെറും ഒരു കള്ളിയല്ല, മറിച്ച് ഇതെന്താണ്? നിങ്ങളുടെ ഒക്കെ തൊണ്ടയാണ്. എന്താ ഞാൻ വരച്ചത്? കാണുന്നില്ല. എന്താ വരച്ചത്? ഇത് മനോ? എന്താണ് ഇത്? തൊണ്ടയാണ്. ഇത് നിങ്ങളെ തൊണ്ടയാണിത്. അപ്പൊ ഈ തൊണ്ടയിൽ നിന്നല്ലേ മഖാരിജുൽ ഹുറൂഫാണ് തജ്വീദിന്റെ ആദ്യത്തെ പാഠം. മഖ്റജ്, എവിടെ നിന്ന് അക്ഷരങ്ങൾ പുറപ്പെട്ടു വരുന്നു. ഇത് നിങ്ങളെ തൊണ്ട. അങ്ങനല്ല, എന്നാലും ഇങ്ങനെ നിങ്ങൾ കരുത്. ഈ തൊണ്ടയിൽ നിന്നാണ് ഈ 6 അക്ഷരങ്ങൾ കടന്നു വരുന്നത്. ആ അക്ഷരങ്ങൾ ഇൽഹാർ എടുത്തു. തൊണ്ട ആരെടുത്തു? ഇൽഹാർ എടുത്തു. ഖൽഖിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരല്ലേ, അത് ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ തൊണ്ടന്റെ എവിടെ ഇങ്ങനെ തൊട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ആ ഹാല, ആ ആ തൊണ്ടന്റെ ഏറ്റവും അടിയിൽ വെക്ക്. ആ ആ ആടെ ഇങ്ങനെ കുലുങ്ങും. തൊണ്ട ഉള്ളിൽ തൊട്ടാൽ മതി. ആ നമുക്ക് പാടുന്ന കുലുങ്ങും. നമ്മളിപ്പോ ആ എന്ന് പറയും. അത് ഇടുന്ന വരിക ഉള്ളിന്ന്, അത് ഇടുന്ന നമുക്കറിയില്ല. ആ ശരിയായ ആ ഇടുന്ന വരാം തൊണ്ടന്റെ ഏറ്റവും അടിയിന്ന്. അതിന്റെ കൂടെ വരും ആര്? ഈ ഹംസന്റെ അതേ തൊണ്ടന്റെ ഏറ്റവും അടിയിൽ നിന്നാണ് എന്ത് വരുന്നത്? അങ്ങനെ പറഞ്ഞു. പലപ്പോഴും വരാനല്ലേ. ഉള്ളിന്ന് വരണം, ശ്വാസം മുട്ടരുത്. എന്ത് ചെയ്യണം? ഏറ്റവും അടിയുന്ന വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി കഷ്ടപ്പെട്ടാൽ അതൊക്കെ വരുള്ളൂ ഓതുമ്പോ. പിന്നെ പഠിക്കേണ്ടത് ഐന്, ഹ. ഏതാണ്? ഐന്. കുറച്ചൊന്ന് മുകളിലോട്ടൊക്കെ വെച്ച് നോക്കിയാ. ഐന്, ഹ, ഐന്, ഹ അല്ലെ? ഐന്, ഹ. അതൊക്കെ എന്ത് ചെയ്യാണ്? തൊണ്ടന്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. പിന്നെയോ ഗൈന്, ഖ, ഗൈന്, ഖ. പറയട്ടെ. ഗൈൻ, 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 ഖ, ഖ, ഖ. ഓക്കെ, 6 അക്ഷരങ്ങൾ പഠിച്ച 28 മഖ്റജോട് കൂടി. എവിടുന്ന വരുന്നത്? തൊണ്ടയിൽ നിന്ന്. ഇതാ ഈ ഭാഗങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യും? അത് യാത്ര ചെയ്ത് വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോയിൽ അതിന്റെ തൊണ്ടയുടെ ഫോട്ടോ അടക്കം ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലേക്കും അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താക്കലാണ്? വ്യക്തമാക്കുക എന്നാണ്. ഇനി ഇതും തമ്മിലുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയണമല്ലോ. സാക്കിനായ നൂൻ അല്ലെ? സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ച എന്തോ വലിയ ഭീകര സാധനമാണ്. ഇത് നൂന്. ഇതെന്താണ് അക്ഷരം? അറിയില്ലേ? നൂന്. ഈ നൂനിന്റെ മുകളിൽ ഈ സാധനമാണ് എന്ത്? ഇതാണ് സാക്കിന് എന്നല്ല, ഇതാ സുക്കൂന്. ഇതെന്താ സാധനം? സുക്കൂന്. ഈ നൂനിന് സുക്കൂന് വരുമ്പോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാക്കിനായ നൂന്. സിമ്പിൾ, സാക്കിനായ നൂന്. പിന്നെയോ പിന്നുള്ളത് ആരാണ്? ഇതാ ഇതാരാ? 2 ഫതഹും 2 കസറും 2 ലമ്മും ആരാ? ഇതാണ് തൻവീന്. അറിയില്ലേ? തൻവീൻ അറിയില്ലേ? കുറെ സ്ഥലത്ത് കാണല്ലേ? സാക്കിനായ നൂന്, പിന്നെ തൻവീന്. സാക്കിനായ നൂന്, തൻവീന്, ഈ 2 മനസ്സിൽ വെച്ചോട്ടോ. പിന്നെ ഈ അക്ഷരങ്ങളും വെച്ചോ. ഇനി ഇതാ നിയമം പറയുന്നു. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഈ 6 അക്ഷരങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ അതിനെ ഇൽഹാർ ചെയ്യണം. വ്യക്തമാക്കാൻ നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇൽഹാർ എന്ന് പറഞ്ഞാൽ പോരെ. ഇനി എന്നോട് എന്ത് ചെയ്യണ്ട? ഞാൻ അടുത്ത് ചോദിക്കും ഇനി ഇത് വരുമ്പോ ഇതെന്താ, അന്നേരം വ്യക്തമാക്കൽ എന്ന് പറയണ്ട. ഇത് പറഞ്ഞാൽ മതി, ഇൽഹാർ എന്ന് പറഞ്ഞാൽ മതി. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാക്കുക. ഇനി ഖുർആനിൽ നീ കേൾക്കുന്ന, ഈ പഠിക്കുന്ന നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? സാക്കിനായ നൂനിനോ, ഓറാണ് കേട്ടോ, 2ഉം വരണ്ട കേട്ടോ, ഓറാണ്. സാക്കിനായ നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ
അക്ഷരങ്ങൾ വന്നാൽ ദാ നേരെ അടുത്തേക്ക് പോവുക, ഇൽഹാർ ചെയ്യുക. സിമ്പിൾ അല്ലെ? വളരെ സിമ്പിളായ രൂപം. ഇനി നിങ്ങളൊന്ന് ഖുർആൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ കുറെ സാക്കിനായ നൂനും തൻവീനൊക്കെ കാണും. വീട്ടിൽ നോക്കിയാൽ മതി, കുറെ സാക്കിനായ നൂനും തൻവീൻ കാണും. അതിന്റെ ശേഷം ഈ അക്ഷരങ്ങളാണോ ഈ അക്ഷരങ്ങൾ? അപ്പൊ ആദ്യം പഠിക്കണം അല്ലെ? ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. വളരെ സിമ്പിൾ പഠിക്കാൻ അല്ലെ? 6 അക്ഷരങ്ങൾ. ഇനി ഒരു 22 അക്ഷരങ്ങളെ ആകെ ബാക്കിയുള്ളൂ. അപ്പോ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങളായി ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അള്ളാഹു മനസ്സിലാക്കണ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ ഇപ്പൊ എടുത്ത ഈ ഭാഗം ഒന്നുകൂടി പാരായണം ചെയ്ത് നമ്മുടെ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها
وأن الله يبعث من في القبور. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.